ഇതാണ് മക്കളെ ലോലിപോപ്പ്. ഓ ഹായ്, ഇങ്ങോട്ടൊന്ന് നോക്കിയാണ് നിങ്ങള്. അപ്പൊ ഞമ്മള് ഇതാ ഇപ്പാനും കൊണ്ട് ഉമ്മാന്റെ നാട്ടിക്ക് വീണ്ടും വന്നിട്ടോ. എവിടേക്ക്? ഗൂഡല്ലൂർക്ക് നമ്മളൊരു കല്യാണത്തിനാട്ടോ ഇപ്പൊ പോണത്. അപ്പൊ ഞാനും അമ്മോന്റെ മോനും കാറിനോട് കൂടി പോകാനേനി വിചാരിച്ചത്. അപ്പൊ ഏതായാലും കാർ എടുത്ത് പോകണം. അപ്പൊ ഉമ്മ പറഞ്ഞു ഞാനും പോരാ, എനിക്ക് അവിടെ ഒരുപാട് ആൾക്കാരെ കാണാണ്ട്. അപ്പൊ ഇപ്പാനോട് വെച്ച് നിങ്ങളും പോരുകയായിരുന്നു. അപ്പൊ ഇപ്പാക്ക് പള്ളിക്കൽ ആളെ കിട്ടിയപ്പോ ഇപ്പം പോകുന്നു നമ്മളപ്പം. അപ്പൊ ആദ്യം തന്നെ നമ്മളെ ചളിവാലി നമ്മളെ മൂത്താപ്പണ്ടേനി, മൂത്താപ്പാനൊന്ന് കണ്ട്. അത് കഴിഞ്ഞ് ഗൂഡല്ലൂർ എത്തിങ്ങാന്റെ അടുത്ത് അമ്മായിന്റെ കിട്ടും. അമ്മായിനെ കണ്ട് കയറിയപ്പോ അമ്മായിന്റെ മരം പറയാം ചായ അടിച്ചാതെ ഇവിടുന്ന് പോകാൻ പറ്റൂല. മരുവനക്ക് ഇവിടെ ചായക്കടയാണ്. ഗൂഡല്ലൂർ എത്തിങ്ങാന്റെ അടുത്തേ എണ്ണക്കടികളൊക്കെ വിൽക്കണ ചായക്കട അടുത്ത് നമ്മൾ ബഷീറാക്കല്ലേ, ആ ബഷീറാക്കനെ കണ്ടിട്ട് ഞങ്ങള് പറഞ്ഞ ചോറൊക്കെ തിന്നാണ് വരുന്നതെന്ന്. മൂപ്പര് വിട്ടില്ല. അവിടുന്ന് ചായ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ കടികൾ എടുക്കാണ് ഇപ്പൊ. എന്നാ പിന്നെ ആദ്യത്തെ പ്ലേറ്റ് ഉമ്മാക്കാനെ കൊണ്ടുപോയെടുക്കാം. ഉമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഉമ്മാക്കാണ് കൊണ്ടുപോയെടുത്ത്. ഉമ്മാക്ക് പരിപ്പുടയാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. അപ്പൊ നമ്മളെ കുഞ്ഞാവേ ആദ്യം തന്നെ ലോലിപോപ്പ് എടുത്താണ് തിന്നാൻ തുടങ്ങിട്ടോ. ലോലിപോപ്പ് പറഞ്ഞ കോഴിമുട്ടയാണ്. ഇതൊക്കെ പ്രത്യേക തരം നമ്മളെ ബഷീറാക്കാന്റെ മസാല ഒക്കെ ചേർത്താണ്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റംസ് ആണ്. ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ. ഏതായാലും അടിപൊളിയായി ഇപ്പേ പരിപ്പുടയായിട്ടാ തിന്നത്. അപ്പൊ നമ്മളെ ഗൂഡല്ലൂർക്കൊക്കെ വരണോണ്ടെങ്കിൽ നമ്മളെ ബഷീറാക്കാൻ്റെ അടുത്ത് നിർത്തിയാണ്ടേ നല്ല എണ്ണക്കടിയും ചായക്ക് കുടിച്ച് പോയിക്കോട്ടോ. ഇത് സ്പോട്ട് മറക്കണ്ട. നമ്മളെ ഗൂഡല്ലൂർ എത്തിങ്ങാന്റെ തൊട്ടടുത്ത് തന്നെ ഇതാ കണ്ടില്ലേ, ചെറിയൊരു കടയാണ്. അപ്പൊ ചങ്ങന്മാരെ നമ്മള് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗൂഡല്ലൂർക്ക് വന്നിട്ട് ഉമ്മാന്റെ നാട്ടിൽ തന്നെ. ഇതൊക്കെ ഇതിനെ അറിയാം നിങ്ങള്, നമ്മളെ പറമ്പിയുടെ ഹോട്ടൽ തൊഴിലാളിയിൽ 18 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന നമ്മളെ കുരുന്നൻ ബാവുട്ടിക്കാന്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമീർ ഖാന്റെ മോന്റെ കല്യാണത്തിന് വന്നതാണ്. അപ്പൊ പുതിയാപ്പിള അവിടെ ഉണ്ട്. എന്തായാലും പുതിയാപ്പിള നമ്മൾ കാണിച്ചു തരാം. അപ്പൊ കല്യാണത്തിന് വന്നാണ്. ഇമ്മാന്റെ വീട്ടിലേക്ക് പോണ വൈക്കിലാണ് ഓഡിറ്റോറിയം. അപ്പൊ ഉച്ചക്കും ഇവിടെയാണ് ചോറ്, ഓൽക്ക് രാത്രി ഇവിടെ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങിയാണ്ട് പോകാൻ വിചാരിച്ച് ഇറങ്ങിയത്. പിന്നെ അത് ഉമ്മാന്റെ തറവാട് വീട് കാണാൻ ഒരു പൂതി. അങ്ങനെ എളാമാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയപ്പം നിങ്ങൾ കാണുന്നത്. അതാ കുട്ടി പോണ്. ഇത് നോക്കി അറിഞ്ഞില്ലെങ്കിലേ സ്ലിപ്പ് ഔട്ടോ അങ്ങനത്തെ ഒരു വഴിയാണ്. ഉമ്മാന്റെ കൈ പിടിച്ചാൽ ഞാൻ ശരിയാവില്ല, കാരണം ഇറങ്ങുന്നത് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഉമ്മാന്റെ തറവാട് വീട്ടിലെത്തിയിട്ട് ഉമ്മ അതൊക്കെ കേറണേ. അങ്ങനെ അവിടുന്ന് ചായ കുടിച്ച് നമ്മൾ മട്ടത്തെത്തിട്ടോ. അപ്പൊ ഇവിടെ എല്ലാവരും കല്യാണത്തിന് പോകാനേ ബസ്സിന് കാത്തിക്കാണ് വിലക്ക്. പിന്നൊന്നും നോക്കില്ല, നമ്മളോണ്ട് വിട്ട് ഓഡിറ്റോറിയത്തേക്ക്. ഇവിടത്തെപ്പോഴേ നമുക്ക് വേണ്ടി മൈക്കും ബോക്സ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളാണ്ട് പാടി തുടങ്ങി. ആദ്യം തന്നെ നമ്മളെ കുഞ്ഞാവാണ്ട് പാടി, പിന്നെ ഓരോരുത്തരാണ്ട് പാടി. പിന്നെ ഇത് ഈ പാട്ട് ഉൾക്കൊള്ളിക്കാത്തത് ഇത് കോപ്പിറൈറ്റ് പ്രശ്നം കൊണ്ടാട്ടോ, വേറെ ഒന്നല്ല. അതുകൊണ്ട് നമ്മൾ പാട്ട് ഇത് ഉൾക്കൊള്ളിക്കണില്ല. പാട്ടേ കേൾക്കാൻ ആളുണ്ട്, പിന്നെ നമുക്ക് എന്താ പാടിക്കൂടാ. ഞങ്ങളാണ്ട് പാടി. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ചോറയിപ്പ് നടക്കണ്ടേതാ ബഷീറാക്കി എല്ലാവരും ഇവിടെ ചോറ് തന്നെ തിരക്കിലാണ്. പാട്ട് നിർത്തിയിട്ടില്ല കേട്ടോ, ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിപാടി കഴിഞ്ഞ് നേരം വെളുത്തപ്പോത്തിനെ ഉമ്മാന്റെ ചങ്ങാഴ്ച നമ്മളെ പെരേക്ക് വിളിച്ചാണ് വീഡിയോ കോളിൽ. അപ്പൊ ആ ചങ്ങാഴ്ചനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് അടുത്ത ചങ്ങാഴ്ചനെ കാണാൻ പോയി. ചങ്ങാഴ്ചനെ കടയിലാണ്, പെരയുടെ തൊട്ട് മുന്നിൽ ചെറിയൊരു കട നടത്തുന്നുണ്ട്. നമുക്ക് നെല്ലിക്കൊക്കെ തന്നിട്ടുണ്ടോ. ഇമ്മാനോട് പറഞ്ഞേ അനക്കിപ്പത്താ ഞാൻ തരാന്ന്. അപ്പൊ ഇമ്മ പറഞ്ഞു എന്നാ കുറച്ച് മുട്ടായി നാളെ കുട്ടിയൊക്കെ കൊടുക്കാലോ. അതേസമയം മൂത്തമ്മാക്കും പേരെ കുട്ടിയേക്കും പണി ഇടിച്ചൊക്കെ എടുക്കാൻ പോയതാണ് ഓല്. ഇമ്മക്ക് ഇടിച്ചൊക്കെ ഇഷ്ടമാണ്. അപ്പൊ 2-3 എടുക്കാൻ പോയതാണ്. ഇവിടെ ആണെങ്കിലോ ആനട്ട് നാസാക്കി പോകും. പിന്നെ ഒന്നും നോക്കില്ല, ഒരു 2-3 ഇട്ട്. അപ്പോഴാണ് സ്കൂൾ വിട്ടാണ്ട് നമ്മളെ ഫോളോവേഴ്സ് ഇതിൽ കൂടെ പോണുണ്ട്. ഓനക്കൊക്കെ ഭയങ്കര നാണാണ്ട് ഒക്കെയാണ്. അങ്ങനെ ഒരു 10-11 ആയപ്പോ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോ നമ്മൾ അമീറും സെയറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓല് ചോറ് വെച്ചത് എല്ലാരും കൂടി ഇന്നാണ്ടേ പുതിയാപ്പന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാട്ടോ ഓല് പോകുന്നത്. ഓലേ പെട്ടെന്ന് തന്നെ പോകുന്നത്. എല്ലാരോടും യാത്രക്ക് പറഞ്ഞാണ്ടേ നാട്ടിൽ എളുപ്പമായതേ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ഓല് പോയത്. പിന്നെ ഏതായാലും വൈകിപ്പിച്ചില്ല, നമ്മളോട് കുത്തർന്ന് ചോറുന്നാൻ. കുട്ടികളും വല്യമ്മൊക്കെ ചോറ് തന്നെ തിരക്കിലാണ്. നമ്മളെ എളാമതൊക്കെ നല്ല സപ്ലൈന്റെ തിരക്കിലാട്ടോ, വേറെ ഒന്നുമല്ല. മരക്കൊക്കെ ചോറായിട്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പൊ ഈ കാണുന്നത്. ഓലാണെങ്കിലോ കൊണ്ടതിനനുസരിച്ച് നല്ല തട്ടുവാണ്. കല്യാണത്തിന് ഇതാ ആളുകൾ വണ്ടിയിലായിട്ടും നടന്നിട്ടും ഇതിങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ കല്യാണം എന്തേ പരിപാടി ഉണ്ടായിക്കോട്ടെ, അവിടെ ഐസ്ക്രീം തന്നെ ഉണ്ടാവും അതിന്റെ മുന്നിൽ. ഇതാ അഭിക്കമായി തിന്നണൊക്കെയാണ്. ഓന്റെ മോക്കും മയം എടുത്തിട്ടോ, നമുക്ക് അങ്ങനെ കല്യാണ ദിവസം പാട്ട് പരിപാടി വീണ്ടും ആരംഭിക്കട്ടോ. പാട്ട് ഇതാ ആസ്വദിക്കാൻ ഇവിടെ ആളുണ്ടെങ്കിൽ നമുക്ക് എത്രയും പാടിക്കൂടെ. കുട്ടികൾ ഇതാ ഐസ് തിന്നണുണ്ട്, വീഡിയോ എടുക്കണുണ്ട്. കേട്ടോ നമ്മളെ പുതിയാപ്പളുടെ നസീറാത്ത. ഏതായാലും പുതിയാപ്പള ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. പുതിയാപ്പള മാറ്റിട്ട് വരുന്നുണ്ട്. സമയം 2:30-3 മണി ആയിട്ടുണ്ട്. നമ്മളേതായാലും പുതിയാപ്പളിന്റെ ഒന്നും പോണില്ല, നമ്മൾ നാട്ടിലേക്ക് തിരിക്കാൻ നിൽക്കുകയാണ്. ഏതായാലും രണ്ടാമത്തെ ട്രിപ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഇരുന്നു. അങ്ങനെ നമ്മൾ ഇതാ ഇവിടുന്ന് യാത്ര പറയാണ് എല്ലാരോടും. ഇതാ സൈതാക്കൊക്കെ ഇതാക്കണം ഇവിടെ. നമുക്ക് ചോറ് വെച്ചത് ഇതാ സൈതാക്കായിട്ട്. അതിന്റെ ഇടയിൽ ഇതാ താത്ത ഇജാണ് ഈ വീഡിയോ ഒക്കെ വിടുന്ന ആള്. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടോ. അങ്ങോട്ട് നോക്കിയാണ് ഇതൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്ട് നോക്കിയാണ് താത്ത ചിരിച്ചിന് വല്ലാത്ത. അങ്ങനെ ഓലൊക്കെ നമ്മള് വീഡിയോ എടുത്ത് ഡബിൾ ചിരിച്ചു. ഏതായാലും ഓഡിറ്റോറിയത്തിൽ നിന്ന് യാത്ര ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ മൂത്തമ്മാന്റെ വീട്ടിലേക്ക് പോയി. മൂത്തമ്മാന്റെ കൂടെ നമ്മളെ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ കർമ്മൂസ് എന്തൊക്കെ ഉണ്ടായിരുന്നു ചില്ലറ സാധനങ്ങൾ അതൊക്കെ കയറ്റിയാണ്ട് ബാപ്പുട്ടിയോട് യാത്ര പറയാൻ വേണ്ടി ഇന്നപ്പോഴേ ഓനെ വീഡിയോ എടുക്കാണ്ട് പോകുമ്പോൾ മണ്ടാണ് തൂറാമുട്ടികളെ എത്തി നോക്കി മണ്ടിന്. അങ്ങനെ ഏതായാലും ഓനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളോട് പോന്നു. വീണ്ടും ഓഡിറ്റോറിയത്തിൽ പോലെ കണ്ടപ്പോ റോഡ് സൈഡിൽ നിൽക്കാണ്ട് പോലോട് യാത്ര ഒക്കെ പറഞ്ഞത് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോന്നിട്ടോ. പോരുമ്പോൾ അങ്ങാടിയായിട്ടുള്ള മട്ടത്തിൽ നിന്ന് കാക്കാണ്ടപ്പോ കുറച്ച് ബർക്കി കൊണ്ടേക്കോളി പറഞ്ഞ ഒരു ലോഡ് ബർക്കി ആയിട്ട് വരുന്ന മോങ്ങാക്ക. തിരിച്ചു പോരുമ്പോൾ നമ്മളെ കടയിൽ നിന്ന് നിർത്തണം എന്ന് പറഞ്ഞു. നമ്മളെ സർഫലി ഏത് നമ്മളെ ചെമ്പാല ടീ ഫാക്ടറിന്റെ അടുത്തുള്ള മസാഫി റെസ്റ്റോറന്റിൽ നിർത്തണം. അപ്പൊ ഓന് പോറാട്ടം അടിക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടോ. ഓൻ പറഞ്ഞേ എന്താ മാണ്ടിച്ച തിന്നോളി. നമ്മള് ചായ കുടിച്ചു. ഇപ്പാക്കുമാക്ക് ചായം പറഞ്ഞ് നമ്മള് ജ്യൂസും കുടിച്ചു. അപ്പൊ ഇതാണ് ഓന്റെ ഒരു മുതലാളി. നമ്മളെ വീഡിയോസ് കാണുന്ന ആളാണ്. നമ്മളെ വീഡിയോസ് എപ്പോഴും കാണുന്നുണ്ട്. പ്രവാസിയാണ് മൂപ്പര്. ഇപ്പൊ ലീവിന് വന്നാണ്. അപ്പൊ എന്തായാലും ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞ് നിർത്തിയതാണ് നമ്മള്. അപ്പഴേ നിങ്ങൾ ആരെങ്കിലും ഗൂഡല്ലൂർക്കൊക്കെ പോകണ്ടെങ്കിൽ ഇതാ മസാഫി റെസ്റ്റോറന്റ് നിർത്തിക്കോട്ടോ. കേരളീയ ഭക്ഷണം കഴിച്ചു പോകും. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്നായിക്കോട്ടെ.